അരുൺ ആലത്തൂർ ഈ അർജുൻ്റെ വീടിനടുത്ത് നിന്നൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, കുടുംബം കഴിഞ്ഞ മണിക്കൂറുകളിലൊന്നും മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. അവരുമായി അല്ലാതെ സംസാരിക്കാനായോ? എന്തു പറയുന്നു? നിലവിൽ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ പ്രതീക്ഷയായിരുന്നു, അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും നേരത്തെ ഈ റഡാർ കേന്ദ്രീകരിച്ച്, ആ ഭാഗം കേന്ദ്രീകരിച്ച് നടത്തുന്ന തിരച്ചിലിൽ ഈ ലോറിയെയും അർജുനെയും കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെയുള്ള ആ മണ്ണ് മുഴുവൻ നീക്കം ചെയ്തിട്ടും ഇതുവരെയും അർജുനെ ഇന്നിപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു ആശങ്കയും അതോടൊപ്പം തന്നെ പ്രതീക്ഷയും അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഈ മണ്ണ് മാറ്റിയ ഭാഗത്ത് വാഹനമില്ലെങ്കിൽ പിന്നെ ഈ ഗംഗാവാലി പുഴയുടെ തീരത്ത് തന്നെ മണ്ണ് അടിഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തെ മണ്ണ് മറ്റും നീക്കം ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുമോ എന്നുള്ളൊരു പ്രതീക്ഷ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഏതായാലും പുഴയിൽ അർജുനും വാഹനവും അകപ്പെട്ടിട്ടുണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് അവർ കരുതുന്നത്. അതിന് കാരണം എന്നുള്ളത്, അർജുനെ വിളിച്ചപ്പോൾ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഫോണിൽ ആ ഒരു റിങ് ചെയ്യുന്നുണ്ടായിരുന്നു ഫോൺ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കരഭാഗത്ത് തന്നെ അർജുൻ ഉണ്ടാവും, അർജുൻ തിരികെ എത്തുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏതായാലും ഉള്ളത്. അതേസമയം തന്നെ കുടുംബം ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതിന് കാരണം എന്നുള്ളത്, സൈന്യം ഉൾപ്പെടെ എത്തുന്നതോടുകൂടെ തന്നെ ഇന്ന് ഈ അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. വൈകുന്നേരം വരെയും ആ പ്രതീക്ഷ ഉണ്ടായിരുന്നു. രാവിലെ ആണെങ്കിൽ അർജുൻ്റെ വീടിന് സമീപത്ത് ഇന്നലെയൊക്കെ നമുക്കറിയാം, ഈ സമയത്തൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഈ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിലല്ല, അതിൽ വലിയ രീതിയിലുള്ളൊരു മെല്ലെപ്പോക്ക് ഉണ്ടാകുന്നു എന്നുള്ളൊരു പരാതിയായിരുന്നു ഈ അർജുൻ്റെ വീടിന് സമീപത്തുള്ള കണ്ണാടിക്കൽ ഭാഗത്തുള്ള കുടുംബ അംഗങ്ങളാണെങ്കിലും മറ്റ് ബന്ധുക്കളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഒക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന ഒരു പരാതി എന്നുള്ളത് രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുന്നില്ല എന്നുള്ളതായിരുന്നു. മാത്രമല്ല, കുടുംബത്തിൻ്റെ ഒരു ആവശ്യം എന്നുള്ളത് ഈ രക്ഷാപ്രവർത്തനത്തിന് സൈന്യം വരണം എന്നുള്ളതായിരുന്നു. ഇന്ന് രാവിലെയും ഈ നാട്ടുകാർ ഉൾപ്പെടെ തെരുവിലിറങ്ങി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഉള്ളവർ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സൈന്യം വരണം, രക്ഷാപ്രവർത്തനത്തിന് അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ട നടപടികൾ കൃത്യമായി തന്നെ ഉണ്ടാവണം എന്നൊരു ആവശ്യം ഉന്നയിച്ചായിരുന്നു അത്തരത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ തെരുവിൽ ഇറങ്ങിയത്. ഏതായാലും അതിനുശേഷം ഉച്ചയോടുകൂടെ സൈന്യം എത്തുകയുണ്ടായി. പക്ഷേ സൈന്യം എത്തിയതിന് ശേഷവും കനത്ത മഴയാണ്. ഈ കനത്ത മഴയുടെ ഇടയ്ക്കാണ് ഇവർ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത് എന്നുള്ളതും അതിൻ്റെ ഒരു എത്രത്തോളം രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഏതായാലും ആ ഒരു സൈന്യം എത്തിയതോടുകൂടെ തന്നെ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കും, അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയായിരുന്നു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു വൈകുന്നേരം തിരച്ചിൽ അവസാനിപ്പിക്കുന്നത് വരെയും അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പരമാവധി ഇന്നത്തെ രക്ഷാപ്രവർത്തനം കഴിഞ്ഞ ദിവസത്തേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ മികച്ച രീതിയിലുള്ള ഒരു ദൗത്യം തന്നെയായിരുന്നു നടത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നേരത്തെ മുമ്പുണ്ടായിരുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു മെല്ലെപ്പൊക്കൊന്നുമല്ല, ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ രക്ഷാപ്രവർത്തനം നടന്നിരുന്നു. പക്ഷേ എങ്കിലും ഈ പ്രതികൂല കാലാവസ്ഥയൊക്കെ വലിയ രീതിയിൽ വെല്ലുവിളിയാവുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ദൗത്യ സംഘം എത്തിയ വേളയിൽ ഇന്ന് അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയ്ക്കൊത്ത് അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എങ്കിൽ പോലും അവർ ഇപ്പോഴും പ്രതീക്ഷ കൈവിടുന്നില്ല. കൈവിടാത്തതിന് കാരണം എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അർജുൻ ഏതായാലും വെള്ളത്തിൽ പെട്ടിട്ടുണ്ടാവില്ല. കാരണം ഈ മൊബൈൽ റിങ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അർജുൻ ഈ കരഭാഗത്ത് തന്നെ ഉണ്ടാവും, ജീവനോടെ തന്നെ അദ്ദേഹം തിരിച്ചെത്തും എന്നുള്ളത് തന്നെയാണ് ഈ നാട് ഒന്നാകെ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഇവരെല്ലാം കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്.